ആ ചെരിഞ്ഞ തോളിലാണ് മലയാള സിനിമ നടന്നു പോകുന്നത്. മോഹൻലാൽ എന്ന ആക്ടറുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പറയാറുള്ളൊരു കമൻ്റാണിത്. അതെ, ഇപ്പോഴും ആ ചെരിഞ്ഞ തോളിലൂടെ തന്നെയാണ് മലയാള സിനിമ കടന്നു പോകുന്നത് എന്നാണ് ദൃശ്യം 3 കണ്ടപ്പോൾ തോന്നിയത്. ദൃശ്യത്തിൽ അതിസാധാരണക്കാരനൊരു ജോർജ് കുട്ടി ദൃശ്യം 2ലേക്ക് വന്നപ്പോൾ ഒരു ബിസിനസ്സുകാരനായി വളർന്നു. ദൃശ്യം 3ലേക്ക് വന്നപ്പോൾ ആ വളർച്ച അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് എത്തി. ജോർജ് കുട്ടിയുടെ കുടുംബത്തിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ ആ വളർച്ച ഉണ്ടാക്കി. എന്നാൽ ആ വളർച്ച അദ്ദേഹത്തിനൊരു പാരയാകും, സ്വന്തം കുടുംബം അദ്ദേഹത്തിനെതിരെ തിരിയുമോ, ഇങ്ങനെയൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ട്രെയിലർ തന്നെ നമുക്ക് കിട്ടിയായിരുന്നു. ആ കൺഫ്യൂഷൻസിൻ്റെ ചിലതിനുള്ള ഉത്തരമൊക്കെ സിനിമ പറയുന്നുണ്ട്. ഒരു ഇമോഷണൽ ട്രാക്കിലൂടെ തന്നെയാണ് ചിത്രം പോകുന്നത്. എന്താണ് ജോർജ് കുട്ടി ദൃശ്യം 1ൻ്റെ അവസാനം പറഞ്ഞൊരു ഡയലോഗുണ്ട്. ആ ഡയലോഗിൻ്റെ പ്രസക്തി 2ലും അത് തന്നെ 3ലും കാണുകയാണ്. കുടുംബത്തെ സംരക്ഷിക്കാൻ ഏത് അറ്റം വരെ പോകുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനെടുക്കുന്ന കുറേ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, അയാൾക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ തന്നെ ദൃശ്യം 3 ഇങ്ങനെ സഞ്ചരിച്ച് പോകണം, നമുക്കും ആ ഒപ്പം സഞ്ചരിച്ച് പോകാൻ സാധിക്കും. എന്തായാലും ദൃശ്യം 3 എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ പോയി കാണുക. പിന്നെ ജിത്തു ജോസഫിനെ കുറിച്ച് പറയാനുള്ളത് ഇതാണ്. ആ മനുഷ്യൻ നിങ്ങൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ആദ്യം ഡിക്റ്റേറ്റീവ് എന്ന ചിത്രത്തിലൂടെയും അതിനുശേഷം ദൃശ്യത്തിലൂടെയും മെമ്മറീസിലൂടെയും ഒക്കെ നമ്മളെ ഞെട്ടിച്ച മനുഷ്യനാണ്. ചിലപ്പോൾ അദ്ദേഹത്തിന് ചില പിഴവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാക്കാം. പക്ഷേ ദൃശ്യം എന്ന ആ ഫ്രാഞ്ചൈസിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ആ ഗെയിം ഇരിക്കുന്നത്. അദ്ദേഹം അത് മനോഹരമായിട്ട് കളിച്ചു. അതുകൊണ്ട് തന്നെ ദൃശ്യം 3 ഒരു ബമ്പർ ഹിറ്റായിരിക്കും, യാതൊരു സംശയവുമില്ല. പിന്നെ ലാലേട്ട, ഒരു കാര്യമേ പറയാനുള്ളൂ. നിങ്ങൾ വീണ്ടും വീണ്ടും ഞെട്ടിക്കുകയാണ്. ഒടിന് ശേഷം നിങ്ങളുടെ ഐബാക്സ് പോയെന്നും നിങ്ങൾക്ക് അഭിനയിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞവർക്ക് മുമ്പിൽ നിങ്ങൾ തുടരും, അതുപോലെ ഹൃദയപൂർവ്വം ഒക്കെ ചേർന്ന് ഞെട്ടിച്ചു. ദൃശ്യം 3ലേക്ക് വന്നപ്പോഴും നിങ്ങളുടെ അഭിനയം കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോയത്. അത് കിട്ടുക തന്നെ ചെയ്തു. അപ്പോൾ ഈ ബർത്ത്ഡേക്ക് ഞങ്ങൾ മലയാളികൾക്ക് തരാൻ പറ്റിയ ഏറ്റവും മികച്ച സമ്മാനങ്ങളിലൊന്ന് തന്നെയായിരുന്നു ദൃശ്യം 3. അത് തന്നതിന് താങ്ക്സ് ആൻഡ് ഹാപ്പി ബർത്ത്ഡേ.